അനുമോളുടെ പത്തി ഇന്ന് താന്നു, അല്ലെങ്കിൽ താഴ്ത്തി. ബിൻസി അടിച്ച് താഴ്ത്തി എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ബിൻസി അനുമോളെടുത്ത് ബിൻസിയുടെയും അപ്പാനി ശരത്തിനെയും പറ്റി അനുമോൾ പറഞ്ഞ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഈ അനുമോൾക്ക് പ്രത്യേകിച്ച് ഒരു മറുപടി ഇല്ല. പുള്ളിക്കാരത്തിക്ക് ആകപ്പാട് എടുക്കാൻ പറ്റുന്ന ഒരു കുലസ്ത്രീ കാർഡാണ്. അതായത് കുലസ്ത്രീ കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ പ്രേക്ഷകരെയും സദാചാര ബോധമുള്ള മലയാളികളെയും വെട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ള സംസാരം. അതായത് നീ ആ ഒരു അപ്പാനി ശരത്തിൻ്റെ അടുത്ത് അയാൾ കല്യാണം കഴിച്ച അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് കയ്യെ പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നീ ആ രീതിയിലുള്ള സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കുടുംബ പ്രേക്ഷകർ കാണുമ്പോഴത്തേക്കിന് നിനക്കൊരു ബാഡ് ആവും എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ വന്നതെന്നുള്ള രീതിയിൽ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കിനും ബിൻസി ബ്ലോക്ക് ചെയ്തിട്ട് പറഞ്ഞു, അപ്പം നീ അനീഷിൻ്റെ അടുത്ത് എന്തൊക്കെയാണ് കാണിച്ചത്. അതോടെ നമ്മുടെ കുലസ്ത്രീ കാർഡ് എടുക്കാനുള്ളൊരു ഹോപ്പ് കൂടെ അനുമോളുടെ കയ്യിൽ നിന്ന് പോയി. കാരണം അനുമോൾക്ക് അവിടെ ഒന്നും പറയാനില്ല. കാരണം ഈ ബിൻസി കാണിച്ച അതേ പരിപാടി അനുമോള് കാണിച്ചു അനീഷിൻ്റെ അടുത്ത്. അപ്പം പിന്നെ അനുമോൾക്ക് പ്രത്യേകിച്ച് പറയാനൊരു മറുപടി ഇല്ല. അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഇങ്ങനൊന്നും കാണിക്കരുത്, കുടുംബ പ്രേക്ഷകരും നമ്മുടെ മലയാളി സദാചാരബോധമുള്ള നമ്മുടെ മലയാളികളുടെ മുന്നിൽ അങ്ങനെയൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അനുമോള് കാണിച്ചു. അപ്പോൾ പിന്നെ വ്യത്യാസം എന്താണ്? അപ്പോൾ അനുമോള് കാണിച്ചു കഴിഞ്ഞാൽ അത് തമാശയാണ്, ഫ്രണ്ട്ഷിപ്പാണ്. ബിൻസിയും അപ്പാനിയും കാണിച്ചു കഴിഞ്ഞാൽ അതെന്തോ വേറെ എന്തോ ആണ് എന്നുള്ള രീതിയിൽ മനഃപൂർവ്വം വരുത്തി തീർത്തതാണെന്നുള്ള രീതിയിൽ അനുമോളെടുത്ത് ബിൻസി ആരോപിക്കുമ്പോൾ അനുമോൾക്ക് പ്രത്യേകിച്ച് മറുപടി ഇല്ല. അനുമോളുടെ PR സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുണ്ടോ? അനുമോൾക്ക് നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നോക്കുന്നത്, അല്ലാതെ അനുമോളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നോക്കാറില്ല എന്നുള്ള രീതി. എങ്ങനെയാണ് നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടി അനുമോളുടെ PR നോക്കുന്നത്? അനുമോൾ അവിടെ പറയുന്ന എല്ലാ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സിനെയും അനുമോൾക്ക് എഗൻസ്റ്റ് ആയിട്ട്, അതായത് അനുമോൾക്ക് എഗൻസ്റ്റ് ആയിട്ട് ആരും പറയാതെ അനുമോൾ പറയുന്നത് സത്യമാണ്, ഇതാ തെളിവുകൾ എന്ന് പറഞ്ഞുകൊണ്ടിടുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആര്യനും ഗീസയിലും കടപ്പറ രംഗങ്ങൾ, അപ്പം അത് അനുമോൾ കണ്ടു എന്ന് പറയുമ്പോഴത്തേക്കിന് അത് ഇതാ തെളിവുകൾ എന്നും പറഞ്ഞുകൊണ്ടിടുക. എന്നിട്ട് ഇപ്പോൾ അപ്പാനിയും ബിൻസിയും തമ്മിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇതാ തെളിവുകൾ എന്ന് അനുമോൾ പറഞ്ഞത് കള്ളമല്ല, ഇതാ തെളിവുകൾ. ആക്ച്വലി പറഞ്ഞ സംഭവം ഇതാണ്. അനുമോൾ ആരെങ്കിലും പറ്റിയ ഒരു അലിഗേഷൻ അവിടെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് തെളിവുകളും കൊണ്ടുവരും. എന്നിട്ട് അതെല്ലാം ഉള്ളതാണെന്ന് വരുത്തി തീർത്ത് മറ്റുള്ളവരുടെ മുന്നിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കരിവാരി തേക്കണം എന്നുള്ള രീതിയിലാണ് അനുമോളുടെ PR പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അനുമോൾക്ക് കൂടുതൽ കോൺഫിഡൻസ് ആയി, ബാക്കിയുള്ള എല്ലാവരെയും നല്ല രീതിയിൽ അപമാനിക്കാൻ തുടങ്ങി. സോ ബിൻസി പറഞ്ഞ ആ ഒരു കാര്യം ശരിയാണ്. അനുമോൾ ഇതുവരെ 70% PR വർക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ നിൽക്കുന്നത്. കാരണം ഇപ്പം ബെഡേ ആര്യയൊക്കെ പോലെ നെഗറ്റീവ് ഷെയ്ഡിൽ പോകേണ്ട ഒരു രീതിയിലുള്ള ഗെയിമാണ് അനുമോൾ അവിടെ കളിച്ചത്. പക്ഷേ എന്ത് ചെയ്യാൻ, അനുമോളുടെ PR അവിടെ ഇവിടെ നിന്ന് അനുമോളെ വെളുപ്പിക്കുന്നതുകൊണ്ട് അതെല്ലാം നെഗറ്റീവ് ഷെയ്ഡ് ആവാതെ ഒരു പോസിറ്റീവ് സൈഡിലോട്ട് പോയി. കാരണം അനുമോൾ പറയുന്നതെല്ലാം തെളിവുകളോടുകൂടിയാണ് പറയുന്നത്. അപ്പം തെളിവുകളോടുകൂടി സത്യം പറയുന്ന അനുമോളെ അവിടെ ഹൗസ് മേറ്റ്സ് എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന രീതിയിൽ ഒരു ഒരു കൈൻഡ് ഓഫ് സംഭവം പുറത്തുണ്ടായി. അതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഈ സീസണിനെ അറിയപ്പെടാൻ പോകുന്നത് തന്നെ സീസൺ ഓഫ് അലിഗേഷൻ എന്നുള്ള രീതിയിലാണ്. കാരണം അനുമോള് ആദ്യം മുതലേ ഗെയിം കളിച്ച അലിഗേഷൻ വെച്ചിട്ടാണ്. എന്നിട്ട് അനുമോള് പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അലിഗേഷൻസ് വാരി ഇടാൻ തുടങ്ങി. ഇപ്പോഴും ബിഗ് ബോസ് സീസണിൽ എല്ലാവരും തിരിച്ചു വന്നിട്ടും അവരും അങ്ങോട്ടും ഇങ്ങോട്ടും അലിഗേഷൻസ് വാരി ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. സോ അപ്പോൾ സീസൺ ഓഫ് അലിഗേഷൻ, മേ ബി ടൈറ്റിൽ വിന്നർ അനുമോൾ, ഇതായിരിക്കും നടക്കാൻ പോകുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തും.